ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന ഗോമതിയുടെയും ബാലന്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പൊ നമുക്ക് നേരെ നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാം. അങ്ങനെ നാളെ നമ്മുടെ സിനിമ സ്റ്റൈൽ കാണുന്ന പോലെയാണ് കേട്ടോ നമ്മൾ കഥ കാണാൻ പോകുന്നത്. അതായത് നമ്മുടെ നായകനായ ആര്യൻ, അതും മിത്രയുടെ നായകനായ ആര്യൻ ശത്രുവിനെ, ദുഷ്ടനെ, നെഗറ്റീവ് ക്യാരക്ടറിനെ അടിച്ചു തെറിപ്പിച്ച് അവശനാക്കിക്കൊണ്ട് നമ്മുടെ മിത്രയെ രക്ഷിക്കുന്ന സീനുകളൊക്കെയാണ് കേട്ടോ. അപ്പൊ അടിപൊളി സീനുകളൊക്കെ തന്നെയാണ്. നമ്മളൊരു സിനിമ കാണുന്നൊരു ചെറിയ ഫീലിങ്സ് ഒക്കെ നമുക്ക് തോന്നും കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് മുഹൂർത്തങ്ങളാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നത്. അപ്പൊ ഇന്ന് അവസാനമായിട്ട് കണ്ട ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മിത്രയും മിഥുനും തമ്മിൽ കണ്ടുമുട്ടി. അങ്ങനെ നമ്മുടെ മിഥുന് മിത്രയോട് മനസ്സ് തുറക്കുകയാണ്. ദൈവം ഉണ്ടെന്ന് പറയുന്നതൊക്കെ ശരി തന്നെയാണ് മിത്ര, അതുകൊണ്ടാണല്ലോ വീണ്ടും ഒരിക്കലും നിന്നെ കാണില്ല എന്ന് വിചാരിച്ച് എന്റെ മുമ്പിൽ കൊണ്ട് നിന്നെ ദൈവം എത്തിച്ചു തന്നത്. പിന്നെ നീ പഴയതൊക്കെ മറക്കണം. ഞാന് ആ സ്വർണം എടുക്കുകയും അതുകൊണ്ട് നിനക്ക് കുറെ ബുദ്ധിമുട്ടുണ്ടാകുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ സ്വർണം എടുത്തത് നമുക്ക് ജീവിക്കാൻ വേണ്ടി തന്നെയാ. അത് നീ മനസ്സിലാക്കാൻ മറന്നുപോയി. പിന്നെ എൻ്റെ കുറച്ച് പൊട്ടത്തരങ്ങളൊക്കെ ഉണ്ട്. അന്ന് ആ ഒരു അവസ്ഥയിൽ എനിക്ക് നിന്റെ സ്വർണം ആവശ്യമായിട്ട് വന്നു. നിന്നെ വേണ്ടാന്ന് വെച്ചിട്ടൊന്നുമല്ല ആ സ്വർണം എടുത്തുകൊണ്ട് ഞാൻ മുങ്ങിയത്. അപ്പൊ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മിത്രയ്ക്ക് എന്താ പ്രതികരിക്കേണ്ടതെന്ന് അറിയില്ല. അപ്പൊ മിത്ര വേറെ ഒന്നും പ്രതികരിക്കുന്നില്ല. ഇതെല്ലാം കേട്ട് മുഖത്തൊരു പരിഭ്രമവും അതുപോലെ ഒരു ചെറിയ പുഞ്ചിരിയും മാത്രമായിട്ട് നിൽക്കുകയാണ്. എന്നിട്ട് നമ്മുടെ മിഥുൻ പറഞ്ഞു, അത് പിന്നെ നമ്മുടെ ആ ഒരു പഴയ സ്നേഹം അത് നമുക്ക് പുതുക്കണ്ടേ? ആ പഴയ സ്നേഹവും ആ പഴയ സമയവും ആ കാലവും ഒക്കെ തിരിച്ചു പിടിക്കണ്ടേ നമുക്ക്? എനിക്ക് എന്നും നീ വേണം. നീ ഇല്ലാതെ എനിക്ക് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല. എൻ്റെ ഓരോ ശ്വാസം എടുക്കുമ്പോഴും മിത്ര മിത്ര എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ശ്വാസം എടുക്കുന്നത്. നീ ഇല്ലാതെ ഒരിക്കൽ കൂടി എനിക്ക് ഇനി ജീവിക്കാനോ നിന്റെ സ്ഥാനത്ത് വേറൊരു പെണ്ണിനെ കാണാനോ ഒന്നും എന്നെ കൊണ്ടാവുന്നില്ല. നമുക്കിവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പോകാം. എനിക്ക് ആ പഴയ മിത്രയായിട്ട് നിന്നെ വേണം. നമുക്ക് ഒരുമിച്ച് ജീവിക്കണം. നമുക്ക് മാത്രമായിട്ടൊരു ജീവിതം അത് വേണം. അതിനു വേണ്ടിയാ ഞാൻ ഇത്രയും നാളും കാത്തിരുന്നത്. ഈ നിമിഷത്തിന് വേണ്ടിയാ ഇത്രയും നാളും ഞാൻ നോക്കിയിരുന്നത് എന്നൊക്കെ പറയാം. അപ്പൊ ഇതൊക്കെ വീണ്ടും പറയുമ്പോൾ നമ്മുടെ മിത്ര ഒന്നും മിണ്ടാതെ നിൽക്കാം. അപ്പൊ മിഥുൻ ചോദിക്കുന്നുണ്ട്, എന്താ മിത്ര നീ ഒന്നും മിണ്ടാത്തത്? ഈ മൗനം സമ്മതമായിട്ട് ഞാൻ എടുത്തോട്ടെ. ബാ നമുക്ക് പോകാം, എങ്ങോട്ടെങ്കിലും പോകാം. ആരും ഇല്ലാത്ത സ്ഥലത്തേക്ക്, ആരുടെയും ശല്യമില്ലാത്തടത്തേക്ക്. നീ ഇഷ്ടമല്ലാതെ അവനെ വിവാഹം കഴിച്ചതെന്ന് എനിക്കറിയാം, ആ ആര്യനെ. പിന്നെ നിന്റെ വീട്ടുകാർക്ക് ആര്യനോട് ഒട്ടും താല്പര്യമില്ലെന്നും അറിയാം. ഇനിയിപ്പം എന്നെ നീ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ നിന്റെ വീട്ടുകാർക്ക് എന്നോടും ചിലപ്പം താല്പര്യക്കേടൊക്കെ ഉണ്ടാകും. പക്ഷെ അവന്റെ അത്ര ഉണ്ടാവില്ല. മാത്രമല്ല നിന്റെ ആങ്ങള അലോഹും ഞാനും തമ്മിൽ നല്ല ഫ്രണ്ട്ഷിപ്പ് ഒക്കെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യമൊക്കെ കുറച്ച് പൊട്ടിത്തെറികളൊക്കെ ഉണ്ടാകുമെങ്കിലും പിന്നെ നിന്റെ വീട്ടിലെ എന്നെ സ്വീകരിക്കും. ആരിനെ പോലെ ഒന്നുമല്ല ഞാനേ കുറച്ച് കഴിവുള്ള ഒരു ചെറുക്കൻ തന്നെയാ, അത് നിനക്കറിയാലോ. അതുകൊണ്ടാണല്ലോ. അപ്പൊ ഇത് കേട്ടതും നമ്മുടെ മിത്ര വീണ്ടും ഒന്നും മിണ്ടാതെ നിൽക്കുക. അപ്പോഴത്തേക്കും വീണ്ടും ചോദിക്കുകയാണ് മിഥുൻ, നീ എന്താ ഒന്നും മിണ്ടാത്തത്? നിന്റെ നാവ് ഇറങ്ങിപ്പോയോ? അതോ ഇനിയിപ്പം എന്താ നിനക്ക് പറ്റിയത്? എന്തെങ്കിലും നിന്റെ മനസ്സിലുണ്ടെ അതിനോട് തുറന്നു പറയണം. നമ്മൾ ഇനി ഒരുമിച്ച് ജീവിക്കാൻ പോകുന്നവരാണ്. ബാ നമുക്ക് പോകാം എന്നും പറഞ്ഞ് ഒരു ഭ്രാന്തനെ പോലെ, ഒരു മന്ദബുദ്ധിയെ പോലെ എന്തോ എന്തോ ഒരു എന്തോ പോലെ തോന്നും നമ്മുടെ മിഥുന്റെ ആ ഒരു സംസാരമൊക്കെ കേട്ടാലല്ലേ. അപ്പൊ അങ്ങനെ നമ്മുടെ മിഥുൻ മിത്രയുടെ കയ്യിൽ പിടിക്കാൻ തുടങ്ങിയതും നമ്മുടെ മിത്ര എന്ത് ചെയ്തു? ഫോൺ അങ്ങോട്ട് പൊക്കി ആര്യനെ കാണിച്ചു. ഈ ഒരു സമയത്ത് തന്നെ നമ്മുടെ ആര്യൻ വരുന്നില്ല, വരാതെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ വീണ്ടും കയറി നമ്മുടെ മിത്രയുടെ കൈ പിടിച്ചു. അപ്പൊ മിത്ര ഇങ്ങനെ കൈ ഇങ്ങനെ വിടിയിപ്പിക്കുകയാണ്, ഇങ്ങനെ വിടിയിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോഴത്തേക്കും മിഥുൻ ചോദിക്കുന്നുണ്ട്, എന്താ മിത്ര നിനക്ക് പറ്റിയത്? എനിക്കറിയാം നിനക്കിപ്പോഴും എന്നോട് മനസ്സിൽ ദേഷ്യമൊക്കെ ഉണ്ട്. പക്ഷെ ആ ഒരു ദേഷ്യമൊക്കെ മാറ്റി വെക്കണം. നിന്നെ സ്നേഹിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ആള് ഞാൻ തന്നെയാണ്. നമ്മളാണ് ഒന്നിക്കേണ്ടത്. നമ്മൾ ദൈവം ഒന്നിപ്പിച്ചതാണ് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. എന്നിട്ട് വീണ്ടും കൈ പിടിക്കുമ്പോൾ മിത്ര ഇങ്ങനെ മാറ്റുകയാണ്. അപ്പൊ ബാന്ന് പറഞ്ഞ് തിരിച്ചിങ്ങനെ നമ്മുടെ മിത്രനെ കൊണ്ടുപോകാൻ തുടങ്ങുന്നതും പെട്ടെന്ന് വേറൊരു കൈ വന്ന് നമ്മുടെ മിഥുന്റെ കയ്യിൽ ഇങ്ങനെ പിടിക്കുക. പെട്ടെന്ന് മിഥുൻ ഇങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്കും ദേ നിൽക്കുന്ന നമ്മുടെ ആര്യൻ. മിഥുന് ദേഷ്യം വന്നു കേട്ടോ. മിഥുൻ, അപ്പൊ നീ എന്നെ ചീറ്റ് ചെയ്യായിരുന്നല്ലേ? നിന്നോട് ഞാൻ ഒറ്റയ്ക്ക് വരാനല്ലായിരുന്നോ പറഞ്ഞത്? ഒറ്റയ്ക്ക് വന്നിട്ട് എന്തിനാടാ? ഇവിടെ ഞാന് ഒറ്റയ്ക്ക് നിന്റെ അടുത്ത് പറഞ്ഞു വിടണം. അതിലും ഭേദം വല്ല സിംഹത്തിനെ അടച്ചിട്ട കൂടിലേക്ക് പറഞ്ഞിട്ടാ പോരെ നിന്നെ ഇവിടെ. അങ്ങനെ ഒറ്റയ്ക്ക് പറഞ്ഞു വിടാനല്ല,
ഇവളുടെ കഴുത്തിൽ ഞാൻ താലി കെട്ടിയത്. ഇവളുടെ കഴുത്തിൽ കെട്ടിയേക്കുന്ന താലി അതെന്റെ ആണെങ്കിൽ, അത് ഞാനാ കെട്ടിയതെങ്കിൽ ഇനി അങ്ങോട്ടും ഞങ്ങൾ ഒന്നിച്ച് തന്നെയായിരിക്കും ജീവിക്കുന്നത്. പിന്നെ നിന്നെ വിശ്വസിച്ചിരുന്നതും നിന്നെ സ്നേഹിച്ചിരുന്നതുമായിട്ടൊരു സമയം ഉണ്ടായിരുന്നു. ആ സമയമൊക്കെ ഒരുപാട് പോയി കഴിഞ്ഞു. നീ എന്താ ചെയ്തത്? ഇവളെ ചതിക്കല്ലേ ചെയ്തത്. നീ ചതിയിലൂടെ നീ എന്ത് ചെയ്തു? ഇവളുടെ കയ്യിലിരുന്ന സ്വർണം മുഴുവൻ നീ കൈക്കലാക്കി. നീ ഇവളെ അല്ല സ്നേഹിച്ചത്, നീ ഇവളുടെ പണത്തിനെയാണ് സ്നേഹിക്കുന്നത്. വീണ്ടും നീ അത് തന്നെ ആവർത്തിക്കുകയാണെങ്കിലേ ദേ, ഇനി ഒരിക്കലും മിത്രേനെ ഞാൻ നിനക്ക് വിട്ടുതരാൻ പോകുന്നില്ല. മിത്രയെ എന്റെ പെണ്ണാ, അവൾ എന്റെ പെണ്ണായിട്ട് എന്റെ വീട്ടില് എന്റെ കൂടെ ജീവിക്കും. അത് സുഖത്തിലാണെങ്കിലും ദുഃഖത്തിലാണെങ്കിലും സങ്കടത്തിലാണെങ്കിലും സന്തോഷത്തിലാണെങ്കിലും അതിനൊന്നും ഇടപെടാനേ നിനക്ക് ആരും അധികാരം തന്നിട്ടില്ല. വിടറാന്ന് പറഞ്ഞു. ഓഹോ, നീ ഇപ്പൊ പറഞ്ഞല്ലോ സിംഹത്തിന്റെ കൂട്ടിലടച്ച പോലെയാ എന്റെ കൂടെ തന്നുവിടുന്നതെന്ന്. ആ സിംഹത്തിന്റെ പവർ എനിക്ക് ഉണ്ടെന്ന് കൂട്ടിക്കോ ആര്യ. അതുകൊണ്ട് എന്നെ തല്ലി തോപ്പിച്ചിട്ട് ഇവളെ കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ നീ കൊണ്ടുപോ, അല്ലാതെ ഒരിക്കലും ഇവളെ ഞാൻ നിന്റെ കൂടെ പറഞ്ഞു വിടില്ല. ഇവട്ടം വാ മിത്ര എന്ന് പറഞ്ഞിട്ട് മിത്രനെ വലിച്ചെടുക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും നമ്മുടെ മിത്ര കയ്യിൽ നിന്ന് വിടിപ്പിച്ചിട്ട് പറഞ്ഞു, തൊട്ടു പോകരുത് എന്നേന്ന് പറഞ്ഞു. എന്നെ തൊട്ടു പോകരുത്. ദേ, എന്റെ കൈ കയറി പിടിക്കാൻ പോയിട്ട് എന്റെ അടുത്ത് വന്ന് നിന്ന് ഉച്ചത്തിൽ സംസാരിക്കാൻ പോലുമുള്ള ഒരു ഇത് നിനക്കില്ല, വോയിസ് നിനക്കില്ല. കാരണം നിന്നെ സ്നേഹിച്ച സമയം ഉണ്ടായിരുന്നു. ഞാൻ ആ സ്നേഹിച്ച സമയത്ത് വേറെന്തെങ്കിലും ചെയ്തിരുന്നു എങ്കിൽ ആ പുണ്യമെങ്കിലും എനിക്ക് കിട്ടിയാനെ. നിന്നെ സ്നേഹിച്ചത് ഈ ലോകത്തിൽ ഏറ്റവും വെറുക്കപ്പെട്ട സമയമായിട്ടാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് എന്റെ മുമ്പിൽ നിൽക്കാതെ മാറിപ്പോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മിത്ര, ഏതായാലും ഈ സമയത്ത് മിത്രനെ കയറി പിടിക്കാൻ വീണ്ടും വരികയും നമ്മുടെ ആര്യൻ ചാടി വീണ് ഫൈറ്റ് അങ്ങ് തുടങ്ങുകയാണ്. അങ്ങനെ തുടങ്ങുന്ന ഒരു ഏകദേശം ഒരു 3-5 5 അല്ല 10 മിനിറ്റോളം ഫൈറ്റും കാര്യങ്ങളും ഒക്കെ തന്നെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരവും ലാസ്റ്റ് ഫൈറ്റും കാര്യങ്ങളും ഒക്കെ നടക്കാണ്. ഈ സമയത്താണെങ്കിലേ നമ്മുടെ ദേവീനെ കാണിക്കുന്നുണ്ട്, അതുപോലെ ദേവമംഗലവും കൃഷ്ണമംഗലവും ഒക്കെ കാണിക്കുന്നുണ്ട്. അത് മാത്രമല്ല നമ്മുടെ അലോഹ ആണെങ്കിൽ മിഥുൻ എല്ലാ കാര്യങ്ങളും ചെയ്തോളും, മിഥുൻ ആര്യനെ ശരിപ്പെടുത്തിക്കോളും എന്ന ഒരു വിശ്വാസം ഉണ്ടല്ലോ. അപ്പൊ ഈ കാര്യം മിഥുന്റെ അമ്മയോട് പറയുന്നുണ്ട്, നമ്മൾക്ക് പേടിക്കാനൊന്നുമില്ല അമ്മേ, അവന്റെയൊക്കെ അഹങ്കാരത്തിന് തക്കതായ ശിക്ഷ അവന് ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് പുറകിൽ നിന്നുകൊണ്ടാന്നേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോ, അല്ല മോനെ നീ എന്താ ചെയ്യാൻ പോകുന്നത്, അതെന്താണെന്ന് ഇപ്പൊ അറിയേണ്ട കാര്യം, അമ്മ അറിയേണ്ട കാര്യമില്ല തൽക്കാലം എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പൊ ഇതിനിടയിലൊക്കെയാണ് കേട്ടോ ഈ വിശേഷത്തിന്റെ ഇടയിലാണ് ഇതൊക്കെ കാണിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ദേവി അവിടെ വീട്ടിൽ നിന്ന് പോയിട്ട് തിരിച്ചു വരികയും ഇവിടെ കുറച്ച് നുണകളൊക്കെ പറഞ്ഞ് വീണ്ടും പിടിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കോർത്തിണക്കിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷാട്ടോ നാളെ വരാൻ പോകുന്നത്. അപ്പം മിസ് ചെയ്ത് കളയരുതേ, എല്ലാവരും കാത്തിരുന്ന് കാണുക. നാളെ നമുക്ക് വീഡിയോ ഇടുന്നത് ഒരു 9:30 കൂടി ആയിരിക്കും. കാരണം നാളെ നമ്മുടെ സ്കൂള് തുറക്കാൻ പോവുകയാണ്, പ്രവേശനോത്സവമൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മക്കളെ സ്കൂളിലൊക്കെ ഒരുക്കിയൊക്കെ വിടേണ്ട തിരക്കിലൊക്കെ ആയതുകൊണ്ട് ഇനി നമ്മൾ അങ്ങോട്ടേക്ക് വീഡിയോ ചെയ്യുമ്പോൾ രേവതിയുടെയും സച്ചിയുടെയും നയനിയുടെയും ആദർശിന്റെയും കഥ എന്നും ഇടുന്ന സമയത്ത് തന്നെ ആയിരിക്കും ഇടുന്നത്. പക്ഷെ നമ്മുടെ ഗോമതിയുടെയും ബാലന്റെയും കഥ ചിലപ്പോൾ ഒരു 9:30 ആവട്ടോ നമ്മുടെ ചാനലിൽ ഇടുമ്പോഴത്തേനുവേ. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുകയാണ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. പിന്നെ നാളെ സ്കൂളിലൊക്കെ പോകാൻ കാത്തിരിക്കുന്ന എല്ലാ മക്കൾക്കും എൻ്റെ ആശംസകളൊക്കെ നേരുകയാണ്. അതുപോലെ കുഞ്ഞു കുട്ടികൾക്കും LKG പോകുന്നവർക്കും 1ാം ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്നവർക്കൊക്കെ നല്ലൊരു ദിവസമാകട്ടെ, അവർക്കൊക്കെ നല്ലൊരു നാളേക്കുള്ള ദിവസമാകട്ടെ എന്നൊക്കെ ആശംസിക്കുകയാണ് കേട്ടോ. അപ്പൊ നിങ്ങളുടെ മക്കളൊക്കെ സ്കൂളിൽ പോട്ടെ, എല്ലാവരും അക്ഷരത്തിന്റെ ലോകത്ത് പൂമ്പാറ്റകളെ പോലെ പറന്നൊക്കെ നടക്കട്ടെ. അപ്പൊ എൻ്റെ എല്ലാവിധ ആശംസകളും മക്കളോട് പറഞ്ഞേക്കണം കേട്ടോ. അപ്പൊ ടാറ്റ ബൈ ബൈ. ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുതേ.